ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു സമരം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ആ സമരം മറ്റാരുമല്ല ചെയ്യുന്നത്, പ്രതിരോധ രംഗത്തെ, ഇന്ത്യയിലെ പ്രതിരോധ രംഗത്തെ ജോലിയെടുക്കുന്ന ജീവനക്കാർ, പ്രതിരോധ സ്ഥാപനങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ് ആ സമരം നടത്തുന്നത്. അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആ സമരം നടക്കുന്നുണ്ട്. കൊച്ചിയിലാണ് ആ സമരത്തിൻ്റെ ഒരു കേന്ദ്രം. കാരണം നേവൽ ആർമറി ഡിപ്പോ ഉൾപ്പെടെ NAD ഉൾപ്പെടെയുള്ള പ്രതിരോധ സ്ഥാപനങ്ങൾ ധാരാളമുള്ള സ്ഥലമാണല്ലോ കൊച്ചി. അവരുടെ സമരത്തിൻ്റെ ആവശ്യം ഇതാണ്: ഈ പ്രതിരോധ രംഗത്തെ സ്വകാര്യവൽക്കരണം. ആ സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നത് ഇപ്പോൾ ഭരിക്കുന്ന NDA സർക്കാരാണ്, മോദി സർക്കാരാണ്. അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം അതുവഴി ഈ പ്രതിരോധ രംഗത്തെ ജീവനക്കാരുടെ തൊഴിൽ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ പ്രതിനിധി മുഹ്സിന തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് കൊച്ചിയിൽ നിന്ന്. ആ റിപ്പോർട്ട് കണ്ട് മടങ്ങി വരാം. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പാടില്ല. ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രതിരോധ മേഖലയിലെ വിദേശ നിക്ഷേപവും സ്വകാര്യവൽക്കരണം മൂലം പ്രതിരോധത്തിലായിരിക്കുകയാണ് പ്രതിരോധ വ്യവസായശാലകളിലെ ജീവനക്കാർ. കൊച്ചിയിലെ നേവൽ, ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങളിലെ സിവിലിയൻ ജീവനക്കാർ ഇവിടെ പണിമുടക്കിലാണ്. വരുന്ന 2 ദിവസം കൂടി ഈ പണിമുടക്ക് ഇവിടെ തുടരും. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഈ കഴിഞ്ഞ നമ്മുടെ 3 മന്ത്രിമാർ, പ്രതിരോധ മന്ത്രിമാർ, ശ്രീ ജോർജ് ഫെർണാണ്ടസ്, അതിനുശേഷം വന്ന നമ്മുടെ പ്രണാബ് കുമാർ മുഖർജി, അതിനുശേഷം ശ്രീമാൻ AK ആൻ്റണി, ഇവരെല്ലാം നമ്മുടെ നേതാക്കന്മാരുമായി ഡിസ്കസ് ചെയ്ത് 26% കൂടുതൽ ഒരു കാലത്തും ഡിഫൻസിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യത്തില്ല, ഡിഫൻസിന് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറി തന്നെ നിർമ്മിക്കുമെന്ന് നേതാക്കന്മാർക്ക് നമ്മുടെ ഫെഡറേഷനൊക്കെ ഉറപ്പ് തന്നിട്ടുണ്ട്. മൂസനെയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് മൂസയുടെ റിപ്പോർട്ടാണ് നാം കണ്ടത്. ഈ സമരത്തിൻ്റെ, ഇവർ നയിക്കുന്ന ഈ സമരത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് രാഷ്ട്രീയ ഭേദമന്യേ വിവിധ ട്രേഡ് യൂണിയനുകൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അതിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ BMS ആണ്. അത് BJPയെ പിന്തുണയ്ക്കുന്ന ഒരു ട്രേഡ് യൂണിയനാണ്. BJP സർക്കാർ കൈക്കൊണ്ട നയത്തിനെതിരെയാണ് അവർ സമരം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഈ സമരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, അത് തൊഴിലാളി വിരുദ്ധമാണ്, ആ നയം തൊഴിലാളി വിരുദ്ധമാണ് എന്നതുകൊണ്ട് മാത്രമല്ല, അത് രാജ്യസുരക്ഷയ്ക്ക് കൂടി അപകടമാണ് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം. കാരണം നമ്മുടെ പ്രതിരോധ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾ കടന്നു വരിക, പ്രതിരോധ രംഗത്തെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കരാറുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകുക, അവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കുക എന്നുള്ളതാണ് മോദിയുടെ നയം. നമുക്ക് എന്തായാലും ഈ പ്രതിരോധ രംഗത്തെ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്, പ്രതിരോധ കയറ്റുമതി, പ്രതിരോധ ഇറക്കുമതി, ഇത് സംബന്ധിച്ച ചില സ്ഥിതിവിവര കണക്കുകളിലേക്ക് പോയിട്ട് വളരെ പെട്ടെന്ന് മടങ്ങി വരാം. നമുക്ക് നോക്കാം ആദ്യം എന്താണ് ഈ രാജ്യത്തിൻ്റെ, ലോകത്തെ മുഴുവനുമുള്ള ഒരു പ്രതിരോധ ബജറ്റ്. ലോകമാകമാനമുള്ള സൈനിക ചെലവ് പരിശോധിക്കുകയാണെങ്കിൽ അത് $1.18 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളാണ്. ആയുധങ്ങൾ, വ്യത്യസ്ത പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിലൂടെ ലോകത്താകമാനമുള്ള അത് സംബന്ധിച്ചുള്ള കയറ്റുമതി, ഇറക്കുമതി, മറ്റ് വിൽപ്പന, വാങ്ങൽ എന്നിവ മൊത്തം കൂട്ടുമ്പോൾ $1.18 ലക്ഷം കോടി. അത് ഒരുപക്ഷെ പല രാജ്യങ്ങളുടെ ബജറ്റിനേക്കാൾ വലുതാണ് എന്നുകൂടി നാം മനസ്സിലാക്കും. വാർഷിക ബജറ്റിനേക്കാൾ വലുതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്, പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയാണ്, 2ാം സ്ഥാനത്ത് റഷ്യ, 3ാം സ്ഥാനത്ത് ചൈന, 4ാം സ്ഥാനത്ത് ജർമ്മനി, 5ാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ്. ഈ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ, 5 വൻ ശക്തി രാജ്യങ്ങൾ തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങളും ആയുധങ്ങളും കയറ്റുമതി ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം നോക്കൂ, ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. അതായത് രാജ്യത്ത് തദ്ദേശീയമായി ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഇപ്പോൾ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്. 2ാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ്, 3ാം സ്ഥാനത്ത് ചൈനയാണ്, 4ാം സ്ഥാനത്ത് UAE ആണ്, 5ാം സ്ഥാനത്ത് പാകിസ്ഥാനാണ്. ഇത് ശ്രദ്ധിക്കൂ, ഇതിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ സൈനിക ബജറ്റ് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ എത്ര ശതമാനം വരും എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സൗദിയുടെ വാർഷിക സൈനിക ബജറ്റ് 69.4 ബില്യൺ ആണ്. നമുക്കറിയാം 69.4 ബില്യൺ ആണ്. അത് അവരുടെ മൊത്തം GDPയുടെ 10% വരും. ആ രാജ്യത്തിൻ്റെ GDPയുടെ 10% സൗദിയുടെ സൈനിക ചെലവുകൾക്കാണ് നീക്കിവെക്കുന്നതെന്ന് നാം ഓർക്കുക. അമേരിക്കയുടേത് 610 ബില്യൺ ആണ്. പക്ഷേ അവരുടെ GDP സൗദി അറേബ്യതിനേക്കാൾ വലുതായതുകൊണ്ട്
3.1%. അമേരിക്കയുടെ GDP-യുടെ 3.1% അവർ സൈനിക ചെലവുകൾക്ക് നീക്കിവെക്കുന്നത്. അമേരിക്കയുടെ ചെലവ് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട്. കാരണം അവർ പല വ്യത്യസ്ത രംഗങ്ങളിൽ നിന്ന്, യുദ്ധരംഗങ്ങളിൽ നിന്ന് പിന്മാറുന്നു. അഫ്ഗാനിൽ നിന്നും സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും അവർ പിന്മാറുന്നു. നാറ്റോയുമായുള്ള അവരുടെ പങ്കാളിത്തത്തിൽ അവർ കുറവ് വരുത്തുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ സൈനിക ചെലവ് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് റഷ്യയുടേതാണ്. റഷ്യയുടേത് 66.3 ബില്യണാണ്. അവരുടെ GDP-യുടെ 4.3% അവരുടെ സൈനിക ചെലവ്. ഇനി മറ്റ് 2 രാജ്യങ്ങളുടെ കൂടി കണക്കുകൾ നാം നോക്കേണ്ടതുണ്ട്. ചൈനയുടേതാണ് മറ്റൊന്ന്. ചൈനയുടേത് 228 ബില്യണാണ്. പക്ഷേ അത് അവരുടെ മൊത്തം GDP-യുടെ, അതായത് ഇന്ത്യയിലേക്കായും അമേരിക്കയേക്കായും വലിയ സാമ്പത്തിക ശക്തിയാണ് ഇപ്പോൾ ചൈന. അവരുടെ GDP അതിനേക്കാൾ വലുതാണ്. പക്ഷേ അവരുടെ GDP-യുടെ 1.9% മാത്രമേ അവരുടെ സൈനിക ബജറ്റ് വരുന്നുള്ളൂ. മറ്റൊന്ന് ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടേത് നോക്കൂ, 63.9 ബില്യണാണ് ഇന്ത്യയുടെ സൈനിക ബജറ്റ്. പക്ഷേ അത് കേവലം 2.5%. ഇന്ത്യയുടെ മൊത്തം GDP-യുടെ 2.5% ഇന്ത്യ സൈനിക ചെലവുകൾക്കായി നീക്കിവെക്കുന്നത്. ഫ്രാൻസിൻ്റെ നോക്കുകയാണെങ്കിൽ 57.8 ബില്യണാണ്. അത് 2.3% മാത്രമാണ്. ഇന്ത്യയേക്കാൾ അവരുടെ GDP വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയേക്കാൾ കുറവാണ് അവരുടെ സൈനിക ബജറ്റ് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇനി ലോകത്തെ ഏറ്റവും വലിയ വൻകിട ആയുധ നിർമ്മാണ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനി ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. അവരുടേത് $35,490 മില്യൺ വിറ്റുവരവാണ് അവർക്ക് ലോകത്താകമാനമുള്ളത്. ലോക്ഹീഡ് മാർട്ടിൻ വ്യത്യസ്ത തരത്തിലുള്ള യുദ്ധോപകരണങ്ങളാണ് അവർ നിർമ്മിക്കുന്നത്. മറ്റൊരു പ്രധാന കമ്പനി ബോയിങ് ആണ്. അതും ഒരു അമേരിക്കൻ കമ്പനിയാണ്. $30,700 മില്യൺ അവരുടെ വിറ്റുവരവ്. ഇനി മറ്റൊന്ന് BAE സിസ്റ്റംസ്, ബ്രിട്ടീഷ് കമ്പനിയാണത്. അതിൻ്റെ വിറ്റുവരവ് $26,820 മില്യൺ BES. ഇനി മറ്റൊന്ന് റൈഥിയോൺ എന്ന, അതും അമേരിക്കൻ കമ്പനിയാണ്. ഒരുപക്ഷെ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കമ്പനികളെല്ലാം അമേരിക്കയിലാണെന്ന് കൂടി നാം ശ്രദ്ധിക്കുക. അവരുടെ വിറ്റുവരവ് $21,950 മില്യൺ. ഇനി ഇപ്പോൾ അടുത്തിടെ ഈ പ്രതിരോധ രംഗത്ത് വളരെയധികം പ്രശസ്തമായ ഒരു പേരാണ് ദസോ ഏവിയേഷൻ. നമുക്കറിയാം, റഫേൽ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്താമാധ്യമങ്ങളിൽ വരുന്ന പേരാണ് ദസോ ഏവിയേഷൻ എന്ന ഫ്രഞ്ച് കമ്പനി. റഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവരുടെ സ്ഥാനം, ഈ പട്ടികയിൽ അവരുടെ സ്ഥാനം 65-ാമതാണ്. ഈ ഏറ്റവും 65-ാം സ്ഥാനത്തുള്ള ഒരു കമ്പനിയാണ് ദസോ ഏവിയേഷൻ. അവരുടെ വിറ്റുവരവ് $1,840 മില്യൺ. ഇനി ഇന്ത്യയുടെ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറീസ് ഓർഗനൈസേഷൻ എന്ന കമ്പനിയാണ്. ഇത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുമായി പരന്നു കിടക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണശാലകളുടെ ഒരു കൂട്ടമാണ്. ഇത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ഫാക്ടറികളുടെ ഓർഗനൈസേഷനാണ് ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറീസ് ഇന്ത്യ. $1,820 മില്യൺ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ തദ്ദേശീയമായി അത് ഉപയോഗിക്കുന്നു. ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങൾക്ക് അത് വിറ്റഴിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ദസോ ഏവിയേഷൻ തൊട്ട് താഴെയാണ്. 66-ാം സ്ഥാനത്താണ് ലോകത്ത് നമ്മുടെ ഇതിൻ്റെ ഉൽപ്പാദനവും അതുപോലെ കയറ്റുമതി ഇറക്കുമതി വഴിയുള്ള വിറ്റുവരവിലൂടെ നമുക്ക് ലഭിക്കുന്ന തുക. നമ്മൾ 66-ാം സ്ഥാനത്ത് മാത്രമാണ് എന്നുകൂടി ഓർക്കുക. ഇനി ഇവർ എത്ര തൊഴിൽ നൽകുന്നുണ്ട്, ഈ സ്ഥാപനങ്ങൾ തൊഴിൽ നൽകുന്നു നോക്കൂ. ഈ ലോക്ഹീഡ് മാർട്ടിൻ, ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സ്ഥാപനമായ ലോക്ഹീഡ് മാർട്ടിൻ ലോകത്ത് 1,15,000 പേർക്കാണ് തൊഴിൽ നൽകുന്നത്. ശ്രദ്ധിക്കുക. ദസോ ഏവിയേഷൻ ആകട്ടെ 65-ാം സ്ഥാനത്തുള്ള ദസോ ഏവിയേഷൻ 880 പേർക്ക് മാത്രമാണ് തൊഴിൽ നൽകുന്നത്. അതേസമയം നമ്മളിപ്പോൾ നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറീസ്, ഇന്ത്യയിലെ ഒട്ടാകെയുള്ള ഫാക്ടറികൾ മൊത്തം ഈ ഇന്ത്യയിൽ തൊഴിൽ നൽകുന്നത് 93,520 പേർക്കാണ്. അതായത് 66-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ പ്രതിരോധ രംഗം നൽകുന്ന തൊഴിൽ 93,000 ആണെങ്കിൽ 1-ാം സ്ഥാനത്തുള്ള ലോക്ഹീഡ് മാർട്ടിൻ നൽകുന്നത് കേവലം 1,15,000 മാത്രമാണ്. ക്ഷമിക്കണം, 11,50,000 മാത്രമാണ് തൊഴിലാണ് അവർ നൽകുന്നത്. അപ്പോൾ ഇത് നോക്കൂ, ഈ ഇന്ത്യ ഇത് എത്രമാത്രം തൊഴിൽ നൽകുന്നുണ്ട് എന്നുകൂടി നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ പ്രതിരോധ രംഗത്തെ ഈ ഫാക്ടറികൾ തൊഴിൽ നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് നമുക്ക് ആവശ്യമുള്ളത്ര പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് ഇന്ത്യയിലേക്ക് ഈ വിദേശ നിക്ഷേപം നാം ആകർഷിച്ചു കൊണ്ടുവരുന്നത്. അത് എത്രമാത്രം നമ്മുടെ ഒരു സുരക്ഷയ്ക്കും, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യുദ്ധോപകരണം, ആ യുദ്ധോപകരണം ഒരു വിദേശ സ്വകാര്യ കമ്പനി ഉണ്ടാക്കുകയും അവർ തന്നെ അത് നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ അതെത്രമാത്രം നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, നമ്മുടെ സൈനിക രഹസ്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ ദസോ ഏവിയേഷനുമായും റഫാൽ വിമാനക്കരാറുമായും ബന്ധപ്പെട്ട വിവാദത്തിൽ നിരന്തരം ഉയർന്നു പേരാണ് HAL എന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റേത്. 1940 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണത്. അവരുടെ വരുമാനം എന്ന് പറയുന്നത് 17,406 കോടി രൂപയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 2016-17 സാമ്പത്തിക വർഷത്തിൽ അവരുടെ വരുമാനം 17,406 കോടിയാണ്. അവർ നൽകുന്ന തൊഴിൽ 30,018
32,018 പേർക്കാണ് HAL മാത്രം ഇന്ത്യയിൽ തൊഴിൽ നൽകുന്നത്. നോക്കൂ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിൽ, ആ സൃഷ്ടിക്കുന്ന തൊഴിൽ അതിൻ്റെ എണ്ണം നോക്കുക. അതേസമയം ഇത് വിദേശ നിക്ഷേപം വരുന്നതോടുകൂടി ഈ തൊഴിൽ സാധ്യതകൾ, ഈ തൊഴിലിൻ്റെ തസ്തികകൾ, തൊഴിലിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് മുൻപ് കൊച്ചിയിൽ നടന്ന സമരക്കാർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതാണ് ഇത് സംബന്ധിച്ചൊരു പ്രശ്നം. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ഈ സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രതിരോധ മന്ത്രാലയത്തിലെ വളരെ സെൻസിറ്റീവായ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ സമരമുഖത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അപകടകരമായ സൂചനയായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. അപ്പം ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു മോഹഭംഗം അല്ലെങ്കിൽ ഇച്ഛാഭംഗം എത്രത്തോളം ഈ മോഡി ഗവൺമെൻറ്റിനെ ഗ്രസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. അത് നമ്മൾ ലാഘവബുദ്ധിയോട് കാണേണ്ട കാര്യമല്ല. വല്ലാത്ത തരത്തിൽ എല്ലാവരുടെ മനസ്സിലും നിരാശയും ആശങ്കയും ഉത്കണ്ഠയൊക്കെ തന്നെ ഉള്ളത്. കാരണം തൊഴിലാളി വർഗം ആകെ നമ്മൾ ബന്ദിൽ നടന്നിരിക്കുന്ന ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തൊടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഭാരത ബന്ധോ ഹർത്താലോ എന്തോ ആകട്ടെ, ഈ രാജ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച ആവശ്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്നടിക്കാൻ സാധ്യമല്ല. ഈ രാജ്യത്ത് എത്രയോ വർഷങ്ങളായിട്ട് നേടിയെടുത്ത ട്രേഡ് യൂണിയൻ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഹരിക്കുകയാണ്. തൊഴിൽ നിയമങ്ങൾ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമായിട്ട് 40ഓളം നിയമങ്ങൾ ഇപ്പോൾ തന്നെ റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് ഒരു എന്താണ് പറയുന്നത് കോർപ്പറേറ്റ് ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ വലിച്ചുകൊണ്ടുപോവുകയാണ്. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഇനി ഞാൻ നോക്കിക്കാണുന്നത്. നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. ഫ്രസ്ട്രേഷൻ വളർന്ന് ഡിഫൻസ് മന്ത്രാലയത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷാ മന്ത്രാലയമാണ്, രാജ്യത്തെ സുരക്ഷയാണ്. അവിടുത്തെ ജീവനക്കാരുടെ മനസ്സിൽ ആശയക്കുഴപ്പവും ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്തെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കഴിഞ്ഞ UPA സർക്കാരുകൾ റീറ്റെയിൽ രംഗത്ത് സിംഗിൾ ബ്രാൻഡ് ഇനങ്ങളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിച്ചിരുന്നു. പക്ഷേ ഈ സർക്കാർ, ഈ മോദി സർക്കാർ, NDA സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അത് മൾട്ടി ബ്രാൻഡ് രംഗത്തേക്ക് കൂടി വ്യാപിപ്പിച്ചു. മോദി സർക്കാരിൻ്റെ തുടക്കത്തിലെ തന്നെയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഈ പ്രതിരോധ രംഗത്തെ വിദേശ നിക്ഷേപം എന്നുള്ളത്. അത് അവർ നടപ്പാക്കി കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പ്രതിരോധ രംഗത്തെ സിവിലിയൻ തൊഴിലാളികൾ സമരവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. പ്രതിരോധ രംഗത്തെ ജീവനക്കാർ സമരത്തിനിറങ്ങുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ KPCC അധ്യക്ഷൻ കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും നമ്മുടെ രാജ്യം എത്രമാത്രം കോർപ്പറേറ്റുവൽക്കരിക്കപ്പെടുന്നു, കോർപ്പറേറ്റുകളുടെ അടിമത്തത്തിന് കീഴിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി BMS കൂടി പങ്കെടുക്കുന്ന ഈ സമരത്തെ നാം കാണേണ്ടതുണ്ട്.